100 സബ്സ്ക്രൈബെങ്കിലും ആവാനുള്ള ഒരു പ്ലാനിലാണ്. അതൊന്ന് ആക്കി തന്നാൽ ഞങ്ങൾ ഒരു കേക്ക് മുറിക്കുന്നതായിരിക്കും. 100 സബ്സ്ക്രൈബ് 100 ആക്കിയാൽ മതി. പാടം ഇതാണോ കുഴപ്പം? ഇവന്മാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇവന്മാർക്ക് മാത്രം വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളത്. ഇപ്പൊ തീർത്തു കൊടുക്കാൻ അത് പൊട്ടബൊമ്മ പൊട്ടബൊമ്മ കളിക്കാറില്ല. പോന്നേ ചോറിനാൻ പോകാൻ മതി. വിശക്കുന്നിട്ട് പറ്റിച്ചു ഗൈസ്. എന്താ തോപ്പുകൾ അമ്മ ഭൂതങ്ങൾ മോഹൻലാലല്ലേ എല്ലാവർക്കും എങ്ങനെയാണ്? സ്ലോ ഡൗൺ ഡിവേഷൻ അഹഡ്. ആരവിടെ അന്തപ്പുറത്തെ കോഴിക്കോട്ടം വാരിക്കളയും. ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹലോ ഗൈസ് ഉണ്ടല്ലേ? റെഡിയല്ലേ? ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഹായ് ഗായ്സ്. അപ്പം അങ്ങനെ ഒരുമിച്ച് പറയണോ? ഹായ് ഗായ്സ്, എന്തെല്ലാം സുഖല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വമ്പൻ ചേസിംഗ് ആണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. വമ്പൻ ചേസിംഗ്, ഫൈറ്റ് ഫൈറ്റ് ഫുൾ ഫൈറ്റ്, വമ്പൻ ചേസിംഗ്, വമ്പൻ ഫൈറ്റിങ്. കാണാറിയോ? ഇതുണ്ടോ നമ്മുടെ വണ്ടി? വണ്ടി അവനൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? അവനൊക്കെ അവന്റെ ഒക്കെ അഹങ്കാരം കണ്ടില്ലോ. ഇതാണ് കുഴപ്പം. ഇവന്മാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇവന്മാർക്ക് മാത്രം വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളത്. ഇപ്പൊ തീർത്തു കൊടുക്കാൻ അത് പിടിക്കുക. ചേസിംഗ് ആണ്. 100-110 പോണേ നമ്മള്. അത് നിങ്ങക്ക് അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഇവന്മാരൊക്കെ ഉണ്ടല്ലോ, അതിൽ കാണുന്നുണ്ടോ നമുക്ക്? ആദ്യം അത് കാണാനൊക്കെ പറ്റും. അത് കാണാതിരിക്കാനൊക്കെ അതിങ്ങനെ തിരിച്ചെടുക്കണം. കറക്റ്റ് കാണാൻ പറ്റും. ഇവന്മാർക്കൊക്കെ ഒരു നമ്മളൊന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ തലേ കയറി ഇറങ്ങുന്ന സ്വഭാവം എന്റെ ഒക്കെ. അതൊന്നും നടക്കത്തില്ല. ഒക്കെ എങ്ങോട്ടേ പോന്നേ? ചോറിനാൻ പോകാൻ മതി. വിശക്കുന്നിട്ട് പറ്റിച്ചു ഗൈസ്. എന്തല്ലേ ഒരു ഗുദാമിലാ വന്ന് വെട്ടിയേക്കുന്നത്. കാണിച്ചു കൊടുക്കുക. മരുഭൂമി ഇതാണ് ഗൈസ്, ആടുജീവിതം. കുഞ്ഞോളെ പൈങ്കിളി കഞ്ഞോളെ ഉള്ളതുമായി അതിൽ ചൂന്ന് ഒഴിവാക്കണ്ടേ? മനസ്സിനുള്ളിൽ കാത്തു വച്ചൊരു കൂടുറുപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ രണ്ടിളം കിളി പൈതങ്ങളുണ്ട്. ഹായ് ഗൈസ്, കുട്ടിപ്പ എഴുന്നള്ളിയിരിക്കുന്നു ഗൈസ്. അടുത്ത ആള് വെല്ലിപ്പ. കുട്ടിപ്പ എഴുന്നള്ളിയിരിക്കുന്നു ഗൈസ്. ഇതെന്താ? അത് രണ്ടും അടിച്ചിട്ട് ഇറങ്ങി എന്താ കുത്തിരിക്കണേ? വേണ്ട, അങ്ങോട്ട് വേണ്ട. അടുത്ത ആള് എല്ലാരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നും പതിപോലെ നമ്മുടെ കൂടെ കുട്ടിപ്പ ഹായ് കാണിക്ക്. ആ പിന്നെ വെല്ലുപ്പ ബാക്കിലുണ്ട്. വെല്ലുപ്പ ഹായ് കാണിക്ക്. പിന്നെ നമ്മളെയൊക്കെ കണ്ണിലുണ്ണിയും സൽഗുണ സമ്പന്നനും ഇടയ്ക്കിടയ്ക്ക് സുന്ദരനാണ് പറയാനും പറഞ്ഞ റിയാസ് കായുണ്ട് കൂടെ. ഹായ് കാണിക്ക്. മാസക്കൂലി. പിന്നെ എല്ലാവർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും കൊച്ചനീതനും കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും കാര്യബോധമുള്ളവരും ഒരു ചെറിയൊരു സെലിബ്രിറ്റി ഒക്കെ ആയ ഞാനും.
അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളെ സ്ഥിരം സൈഡിലേക്ക് ആദ്യത്തെ ഒക്കെ വീഡിയോ എടുത്തോണ്ടിരുന്ന സൈഡിലേക്കൊക്കെ വന്നേക്കുന്നത്. ഇവിടെ നീ എന്തൊക്കെ തേങ്ങയാണ് പറയുന്നേ? ഇവിടെ നിനക്കത്തെ അയ്യേ ആണോ? ഇപ്പൊ അവര് മൂന്നുപേരും ഒറ്റക്കിട്ട് നമ്മൾ പുറത്ത്. അപ്പൊ അങ്ങനായി ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇതെന്താ ഡൽഹി പോയത് പോലെ തണുപ്പ്? അത് കുറച്ചാ അത് ഹിമാലയത്തിൽ അമ്മ തണുപ്പിട്ടുണ്ട് ഐസ് പോലെ കൂടെ. അത് ശരി. ആകെ ഇതിന്റെ അകത്ത് AC ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അയാൾ ഇരിക്കുന്നത് മുഖത്ത് കടിക്കില്ലേ? മുഖത്ത് കടിക്കുന്നതാ. ഇപ്പൊ എന്തിനാ കാണിക്കുന്നത്? ഇപ്പൊ ആളും ശരിക്കും കാറ്റ് വന്നു തുടങ്ങി കേട്ടോ. നല്ല സ്വഭാവം കൊടുക്കും. കുറച്ച് സൈഡ് മാറ്റിക്കേ. ആ പോട്ടെ, ഗ്ലാസ് തുറന്നിട്ട്. എന്തിനാ ആ കോമഡി പോയത്? കോമഡി അതൊരു ഓക്ക് കൈസ്. പിന്നെന്താ പറയാനുള്ളത്? എനിക്ക് ചിരി വരുന്നില്ല. അതാണ് തെറിച്ചുണ്ട്. കട്ടി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലത്തെ സൈഡിലേക്ക് കാണിക്കൂ. അതാ വലത്തെ സൈഡിലേക്ക് കാണിക്കൂ. കുറെ കുറ്റിക്കാടും കുറെ മരങ്ങളും കുറെ മറ്റതും മറിച്ചതുമായ സാധനങ്ങളാണ് ഇടത്തെ സൈഡിൽ കാണുന്നത്. അതാ ഒരു ഹമ്പ് കൂടെ കയറിയതിന്റെ ഗർജനമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് നടുനീളെ കിടക്കുന്ന റോഡും പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത സ്ഥലവുമാണ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ. സ്ലോ ഡൗൺ ഡിവേഷൻ അഹഡ്. ക്യാമറ തിരിച്ച കട്ട് ചെയ്തിട്ട് ക്യാമറ തിരിച്ച വായിച്ചോന്നൂടെ പറ. അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞ വേറെ ഇത് എന്താ റിസോർട്ട്. ഇവിടെ പറഞ്ഞത് റെസ്റ്റോറന്റ് റിസോർട്ട് റൈറ്റിലേക്ക് ഒരിക്കലും വാടുകയില്ല. കപ്പന്റെ ഒരു കപ്പിത്താറുണ്ട്. നിങ്ങൾ പറഞ്ഞ കപ്പിത്താൻ ധരിക്കുന്നത് ഞാനല്ല കേട്ടോ, ഞാനാണ് ഇവരൊക്കെ ഇങ്ങനെ നയിച്ചോണ്ട് നടക്കുന്ന ആട്ടിടെ. പോൾ ബാർബർ. എന്തൊക്കെയോ പറ. ഈ കോഴിക്കച്ചവടത്തിൽ കയറിയ ശേഷം ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ വരുന്നത് കേട്ടോ. നിന്റെ അച്ഛനാണ് പോൾ ബാർബർ. അപ്പിന്റെ അമ്മായിയാണ്. അപ്പിന്റെ അമ്മായി ആടെ. പക്ഷേ വാസന്റെ ഇതില് നല്ല ഡയലോഗുണ്ട്. എന്തരപ്പി എന്തൊരു റിയാദിനോട് കടിയനാ. മറ്റേ വീട്ടിൽ അയ്യോ ഇനി ഇവിടെ വഴിയില്ല കൈസ്. അച്ഛൻ മലയാളിയെ പറഞ്ഞു റൈറ്റാണിത്. എന്തിന് ഇതാ സ്ഥലത്ത് ഈ സ്ഥലത്തേക്ക് വന്നേ. അയ്യേ പോരാ. ഇവിടെ ആകുമ്പോ തണലുണ്ട്, ബീച്ചിന് അവിടെ അപ്പുറത്ത് പോലീസ് വണ്ടിയുണ്ട്. അത് മാറ്റി കേട്ടോ, ക്യാമറ മാറ്റിക്കോ. അതിനെന്താ വണ്ടി ഓടിക്കല്ലേ നിങ്ങള്? വണ്ടി അയ്യാലും ഓടിക്കുന്നു. പോലീസ് ഓക്കെ. പിന്നെ ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. സോറ ബീച്ച് അല്ലേ? അൽസോറ ബീച്ച്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽസോറ ബീച്ച് അജ്മാൻ. പുതിയ വിശേഷങ്ങളുമായി നിങ്ങളോട് പങ്കുവെക്കണം. ലെറ്റ്സ് ഗോ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. ലെറ്റ്സ് ഗോ. അവിടെ നമ്മൾ അന്ന് അങ്ങനെ കയ്യ ചോക്കല്ലേ പിടിച്ച ഗിംബല വെയിറ്റുണ്ട്. 10 കിലോ.
ഞാൻ ഇൻഡോർ കരാറ്റിൻ ട്രാക്കോ കരാറ്റിന് ഞാൻ വായിച്ചു കാർട്ടിങ് ഇതിന് ഇംഗ്ലീഷ് വായിക്കാറില്ല കേട്ടോ. ഇംഗ്ലീഷ് നേരത്തെ ഡിവിഷനാ അത് പറഞ്ഞേന്. ഇത് വേണം. ആരവിടെ അന്തപ്പുറത്തെ കോഴിക്കോട്ടം വാരിക്കളയും. അന്തപ്പുറത്തെ കോഴിക്കാട്ടമാരി കളയുക. ആ അപ്പൊ എല്ലാരും ഞങ്ങള് ഇപ്പൊ 100 സബ്സ്ക്രൈബെങ്കിലും ആവാനുള്ള ഒരു പ്ലാനിലാണ്. അതൊന്ന് ആക്കി തന്നെ ഞങ്ങൾ ഒരു കേക്ക് മുറിക്കുന്നതായിരിക്കും. 100 സബ്സ്ക്രൈബ് 100 ആക്കിയാൽ മതി. 100ന് കേക്ക് മുറിക്കണോ? അടുത്ത പിന്നെ 1000-നാണോ? ഇപ്പൊ 100-നാണെങ്കിൽ 100, ഇപ്പൊ 100. അടുത്ത 1000-ന് നമ്മള് വേറെ അണ്ണാക്കെ കൊണ്ടേ ഹായ്, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഏത് രമണി? കറങ്ങി തിരിഞ്ഞ് രമയുടെ എത്തിയല്ലോ. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കാണ്. ഇതൊന്നുമല്ല സ്ലോ മോഷൻ. സാധിക്കാൻ എടുക്കണ്ട കേട്ടാ. ഇതൊന്നും വിചാരിക്കണേ, ഞങ്ങൾ പഠിക്കാൻ പോവല്ല. ഞങ്ങള് സിറിക്കിപ്പറ്റാണിത്. ഫാസിലാണ് നമ്മളെ മെയിൻ ഉപജ്ഞാതാവ്. ഉപജ്ഞാതാവ് മീൻസ് ഞങ്ങളുടെ കണ്ടന്റ് മേക്കർ മിസ്റ്റർ ഫാസിൽ. ടെററിസ്റ്റ്. കഴിഞ്ഞ ആഴ്ച കുറച്ച് മൂഡ് ഓഫിലായിരുന്നു. ഇപ്പൊ ഫോണായിട്ട് ചെറുതായിട്ട് നമുക്ക് സീന് കുറവാത്ര. ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വളരെ നല്ലതാണല്ലോ. അതാണുണ്ട്. ഇരിക്കുമ്പോ വീണ പോലെ അവിടെ ഇവിടെ മരങ്ങളൊന്നും ഇല്ലല്ലോ. നീ എന്നെ മാത്രം ഇങ്ങനെ എടുക്കാൻ ഞാൻ എന്താ മൊലാലോ അമ്മൂട്ടിയോ? എന്താ മോനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ അവിടെ? പാടം പൂത്തക്കാലം കാഴ്ച കാണിക്കും. സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല. അറിയുന്നവര് രണ്ടാളാണ്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. എന്താ വെച്ചാല് വൈകുന്നേരം ഫാമിലിയിലായിട്ട് വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അൽസറ വിത്ത് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വന്നിട്ട് കാണാൻ വലിയ സുഖം ഉണ്ടാവില്ല. ഇപ്പൊ വെയിലത്താണ്. പിന്നെ വെയിലിനെ കുറിച്ച് എന്നും ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബോട്ടിങ് ഒക്കെ ചെയ്യാം. വെയിലെന്ന് കേട്ടൊന്നറിയില്ല. ഇതിപ്പോ നമ്മള് ബോട്ട് കൊണ്ടുവരണോ അതവര് തരുമോ? വീഡിയോ എടുത്തു തുടങ്ങിയ സ്ഥലം ആദ്യം നൊസ്റ്റാൾജി ഉള്ള സ്ഥലമാണ്. കാരണം ഞാനും സാദിക്കും ഫാസിലും ഞങ്ങൾ 3 കൂടിയിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ സ്റ്റാർട്ടിങ് തുടങ്ങിയ ഒരു നീ 2 ദിവസമായിട്ടുള്ള ഞങ്ങൾ 2ാമത്തെ വീഡിയോ അല്ലേ 3ാമത്തെ വീഡിയോ അല്ലേ? നീ അവിടെ നിക്ക്. പക്ഷെ സെലിബ്രിറ്റി നമ്മളല്ലേ. സെലിബ്രേറ്റ് ചെയ്യാനോ ലക്കണ ഫാൻസ് കൂടുതൽ എനിക്കാണ്. എന്താ ചെയ്യാ? ഞാൻ എന്തോ ഇഷ്ടമാണ് എന്നോട് വളരെയധികം. ഈ വർഷത്തെ ഏറ്റവും വലിയ SP അവാർഡ് റിയാസിന്. അങ്ങനെ മുടിയൊക്കെ പോകുന്നു ഗായ്സ്. സാദിക്കിനെ മാത്രം കാണുന്നില്ല. സാദിക്ക് ഇനി കുറച്ചു നേരം സാദിക്കുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതാണ്. മൈക്ക് കൈമാറുന്നത് മൈക്കോ. അപ്പൊ ഈ കഴിഞ്ഞതൊക്കെ വീടെടുത്ത് ബാങ്ക് കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുന്ന എടാ അത് ഇവിടെ വെച്ചാൽ മതി മൈക്ക്. എനിക്കിങ്ങനെ പിടിച്ചാൽ അല്ല അല്ല ഈ കഴിഞ്ഞൊക്കെ സിനിമ കഴിഞ്ഞ മറ്റേ ഫോക്കസാവില്ല. ഒട്ടകങ്ങൾ വരിയായി തഴക്കം. നമ്മള് എല്ലാ മതങ്ങളുടെയും വണ്ടി ഇങ്ങോട്ട് ഇട്ടാ പോരെ. ഇല്ല എൻട്രിയില്ല. നോ പെർമിറ്റ്. കുട്ടുപ്പയാണ് സാർ താരം. നമ്മുടെ മെയിൻ കുട്ടുപ്പയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാണെങ്കിൽ
നമ്മൾ തുടങ്ങിയത് ഈ സ്ഥലത്തു നിന്നാ. വീഡിയോ ഒക്കെ എടുത്ത് ഫസ്റ്റ് നമ്മളെ സ്റ്റാർട്ടിങ് വീഡിയോ തുടങ്ങുന്നത് ഈ സ്ഥലത്തു നിന്നാ. അതായത് കണ്ടിട്ടുണ്ടാവും, ഈ തവണ എന്താ നോക്കിട്ട് വന്നപ്പോ ഇന്ന് അവിടെ എന്താ പറയുന്നത്? നല്ല നല്ല അവിടെ ഏതാ പരി കണ്ടിട്ടുണ്ടാവുന്ന നമ്മള് ഒരു ഈ വീഡിയോ ഇട്ടായിരുന്നു. എടാ നീ ഈ തവണ നോക്കിട്ട് വന്നേ. ഇന്ന് അതിനൊക്കെ നല്ല അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ എന്താ പറയുന്നില്ല ആ പുല്ലില്? ഇയാളെന്തിട്ടി പറയുന്നത്? അതായത് രമണ ജോലി എടുക്കൂല, ഒന്നാമത്തെ കാര്യം ജോലി എടുക്കൂല. ഇങ്ങോട്ട് ആള് ജോലി എടുക്കൂല, ദേഹം അനങ്ങാൻ പറ്റൂല, ബിയർക്കാൻ പറ്റൂല. ഇതൊക്കെയാണ് ഇയാളുടെ സ്വഭാവം. പണ്ടത്തെ ജിംനാസ്റ്റിക് ബോഡിയാണ്. അതാ പണ്ടത്തെ ജിംനാസ്റ്റിയാ. തേങ്ങയാണ്. തുപ്പാരൻ വിലക്കൊന്നും പറയല. ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് പൊളിക്കണം, പൊളിച്ചിരിക്കും. സൂപ്പറല്ലേ? വീഡിയോ എടുക്കാൻ പറ്റിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഇവിടെ കാണാൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്ക്. ഒരു വൈകിട്ട് ഒരു 4 മണി 5 മണി, അതായത് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു 4 മണി 5 മണി ആയിട്ട് വരാൻ 5 മണിക്ക് ശേഷം ഇറങ്ങിയാൽ മതി. ഇപ്പൊ സമയം ഒരു 7 ആകുമ്പോഴാണ് ഇരുട്ടാവുന്നുള്ളൂ. ഒന്ന് ചൂട് ഇരുട്ടാവുന്ന 7 മണിക്കാണ്. അപ്പൊ പിന്നെ ഒന്ന് ചൂട് പോയി വയലൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക്, അതെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് അപ്പോഴായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാനുള്ളതും. അപ്പോഴത്തേന് ഈ അറ്റ്മോസ്ഫിയറേ മാറും. ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല രസമാവും ഇവിടെ കാണാനായിട്ട്. അപ്പൊ ചെറിയൊരു ഇളം കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നു. അപ്പൊ ചെറുതായിട്ട് ആടും. പിന്നെ ബാക്കില് ഞാൻ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഇത് എടുക്കേണ്ടതെന്നുള്ളത് നോക്കിയോ. ഫസ്റ്റ് ഷോട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്യാമറ കൊണ്ടുപോയിട്ട് നമ്മള് കായലിന്റെ അവിടെ വെക്കുന്നു. പിന്നെ ക്യാമറ ചാടുന്നോളപ്പം സോറി ഹീറോ ചാടുമ്പോൾ ക്യാമറയും ചാടുന്നു. ക്യാമറയും കൂടി ചാടണ്ട, ആള് കാണുമ്പോൾ ക്യാമറയും കൂടി ചാടണം. അതെ, ആ കോമഡിക്കൊന്ന് കൈ അടിച്ചോളൂ എല്ലാരും. അത് പണ്ടേ നമ്മുടെ ശ്രീനിവാസം വിട്ടതാണ്. അതൊക്കെ എന്താ പറയാനുള്ളത്? അതങ്ങനെയാണ്. കുട്ടിപ്പാണ് ഞങ്ങളെ നേതാവ്. കുട്ടിപ്പ് വന്നതിന്റെ ശേഷമാണ് ഞങ്ങള് ഉഷാറായത്. മുഹമ്മദ് റമീസ് സൺ ഓഫ് അബ്ദുൾ റസാഖ്. മോളിക്കിരടാ ഞാൻ ഷൂട്ടില്ല കേട്ടോ. ഡാൻസ് കളിക്കടാ. മറ്റേ ഡാൻസ് എന്താണ്? പൊട്ടബൊമ്മ പൊട്ടബൊമ്മ. കുട്ടനോ? കുട്ടബൊമ്മ റമീസ് കളിച്ചോ ഇങ്ങനെ? എനിക്ക് കളിക്കാറില്ല. എനിക്ക് ഡാൻസ് കളിക്കാറില്ല. കളിക്കടാ. ഞാൻ പറഞ്ഞ പാടം ഇത് മോഹൻലാലല്ലത്. മോഹൻലാലല്ലേ? എല്ലാവർക്കും എങ്ങനെയാണ്? അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇന്ന് ഇത്രയൊന്നല്ല, ഇനിയിപ്പോ നമുക്ക് വൈകിട്ടാണ്. കുറച്ച് വിഷ്വൽസും കൂടെ കാണിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യാം. കാരണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ് അതുപോലെ സ്ഥലമാണ്. വൈകിട്ട് വരുന്ന നല്ല വൈകിട്ടാണ് ഇവിടെ പിന്നെയും കാണാനൊക്കെ സുഖം. കാരണം ഇപ്പൊ ചൂടും ഒക്കെ അല്ലേ. ഈ സമയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പോ ഇപ്പം മാക്സിമം ഈ സമയത്തൊന്നും അല്ലെങ്കിൽ 3 മണി 4 മണിക്കൊന്നും ആയിരിക്കുക. മാക്സിമം ഫാമിലി ആയിട്ട് വരുന്നതും കപ്പിൾസ് ആയിട്ട് വരുന്നവരായാലും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പൊ അവരൊക്കെ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ ഇറങ്ങാൻ നോക്കുക. രാത്രി ആകുമ്പോഴത്തെ ലൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല രസമായിരിക്കും ഇതുവഴി നടക്കാനും ഈ നടക്കാനും കാര്യങ്ങൾ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. വൈകിട്ട് വന്ന് പിള്ളേർക്ക് ഓടി കളിക്കാനൊക്കെ സ്ഥലം. ആ സമയത്തൊക്കെ വരാൻ നോക്കുക. പിന്നെ അതൊരു രസമാണ് കാണാൻ രസമുണ്ട്. അജ്മാലിലാണ് സ്ഥലം. എന്തോ സ്ഥലത്തിന് പിന്നെ പറഞ്ഞത് അല്ലസീല അങ്ങനെ എന്തോ ആണ് പേര്. ചോദിച്ച പിന്നെ പറയാം. പിന്നെ ഇതുണ്ടോ ബോട്ടിങ് എല്ലാം
അപ്പൊ ശരി ഗൈസ്. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ വ്ലോഗ് മൊത്തത്തിൽ മൂഞ്ചി ഗൈസ്. കുറെ ടൈമിന്റെ പ്രശ്നം കൊണ്ട് സാഹചര്യം മൂലം നമുക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാരും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പല വീഡിയോസും വരുന്നതായിരിക്കും. എല്ലാരും വെയിറ്റ് ചെയ്യാ. ഓക്കെ, താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അതാണ് വേണ്ടത്. അപ്പൊ ഗുഡ് ബൈ. ഗുഡ് ബൈ. സുലാൻ. സുലാൻ ബ്ലൂം ബ്ലൂം.